Hi friends, welcome back to our channel. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ബോക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ബോക്സിനേക്കാളും കുറച്ച് ചെറിയൊരു ബോക്സാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഒരു 15 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ക്വയർ ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ലൈൻസ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള ഒരു 9 സ്ക്വയർസ് നമുക്ക് കിട്ടും. ആ ഒരു രീതിക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം നമുക്കൊരു 9 സ്ക്വയർസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, എല്ലാം 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള. ഇനി നമുക്ക് ഈ ലൈൻസിലൂടെ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫോൾഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, കീറി പോകുന്നു ചെയ്യരുത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഒരു ഇതായിട്ട് കിട്ടുക, ഒരു ബോക്സ് ആ ഒരു ഇതിന് പെർഫെക്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ്സൊക്കെ ഇതുപോലെ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ എൻഡിലുള്ള സ്ക്വയർസ് മാത്രം ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 4 എൻഡിലുള്ള സ്ക്വയർസും ഇതുപോലെ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊരു ബോക്സ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ആ സ്ക്വയർസ് ഞാൻ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിലാക്കിയിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഹാർട്ട് ഷേപ്പിൽ തന്നെ ഇതൊന്ന് എൻഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അപ്പുറത്തുള്ള സ്ക്വയർസ് ഒന്നും കട്ട് ചെയ്ത് പോകരുത്. നമുക്കിതൊരു ബോക്സ് ആയിട്ട് തന്നെ കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ആ സ്ക്വയർസ് ഒന്നും തട്ടാത്ത വിധത്തിൽ ഈ ഹാർട്ട് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ എൻഡ്സ് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് പോരും. പിന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. അപ്പം അതിനാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ശരിക്കും ഒരു ബോക്സ് പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പാറ്റേണിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ നിവർത്തി കഴിയുമ്പോൾ ഹാർട്ട്സും വരും. ഇനി നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ വേണം. അത് എന്ത് പേപ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. വൈറ്റ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ഉണ്ടാക്കിയതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത് ഫുൾ കളേഴ്സാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള ഒരു സ്ക്വയറും കൂടി ഞാൻ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മറ്റേ ബോക്സിൻ്റെ ബേസിലുള്ള സ്ക്വയർ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളതാണ് ഈ സ്ക്വയർ. അപ്പം ഇത് 4 സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ കാണാനുള്ള ഭാഗത്തിന്, അതിനാണ് ഞാൻ 4 സെൻറ്റിമീറ്റർ എടുത്തത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മെഷർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രീറ്റിംഗ് ബോക്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ നമ്മുടെ സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലെൻസൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് ആ ബോക്സിൻ്റെ സെൻറ്ററിലായിട്ട്, ബേസിൻ്റെ ആ സെൻറ്ററിലായിട്ട് നമുക്ക് ഒടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഗമ്മാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാനിതിൻ്റെ സൈഡിൽ മാത്രം ചെറുതായിട്ടൊന്ന് ഗം അപ്ലൈ ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ഈ ബോക്സിൻ്റെ സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെൻട്രലായിട്ട് ഇരിക്കുന്ന പോലെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഒരു 4 സെൻറ്റിമീറ്ററും പിന്നെ ഒരു 8 സെൻറ്റിമീറ്ററും പിന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 2 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡ്സിൽ നമുക്കൊരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 എൻഡിലും ഒരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മാർക്ക് ചെയ്ത ആ ഒരു സൈഡിൽ നമുക്കൊന്ന് ഇങ്ങനെ ഫോൾഡ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാലും നമുക്കിതാ ഇതുപോലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ഇതുപോലെ 2 എണ്ണം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതുപോലെ 2 പേപ്പർ സ്ട്രിപ്സ് വേണം. അപ്പോൾ ഇത് പേപ്പർ സ്ട്രിപ്സ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ തിന്നായിട്ടുള്ള റിബണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ത്രെഡോ ലേസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പേപ്പർ സ്ട്രിപ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എൻ പോർഷൻ ഞാൻ ഇതുപോലെ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഈ 2 സ്ട്രിപ്സ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് മറ്റേ നേരത്തെ നമ്മളുണ്ടാക്കിയ ആ ഒരു ഇത് വെക്കേണ്ടത്, പേപ്പർ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഇതൊന്ന് നോക്കിയിട്ട് ഇത് ഇതുപോലെ ഇരിക്കാനാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ മറ്റേ ബോക്സിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഓരോരുത്തർ ഇഷ്ടം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഇതിൽ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇതുപോലെ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ 2 സ്ട്രിപ്സ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി പേപ്പറിൻ്റെ ബാക്കിൽ ഇതുപോലെ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് അത് ഈ പേപ്പർ സ്ട്രിപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഗം അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. മേലേക്കുള്ള ആ പേപ്പർ സ്ട്രിപ്സിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി ഇതുപോലെ ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് ഞാനതിനകത്ത് 2 കുഞ്ഞ് ഹാർട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഐഡിയ ഒക്കെ തോന്നിയത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്തേ ഉള്ളൂ. ഇനി ഇതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ? അപ്പം ഇതുപോലെ ഉണ്ടാവും. ഇപ്പം കാണാനായിട്ടും നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം ഇങ്ങനെ ഓപ്പൺ ആക്കാം. ഇവിടെ എന്തെങ്കിലും നമുക്ക് റൈറ്റിങ്സ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഒരു 8 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയറും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ക്വയർ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതുപോലെ 2 സ്ക്വയർസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഇതിൻ്റെ ഇതുപോലെ അങ്ങനെ കോർണറിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെയും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ 2 സൈഡ് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഒന്ന് ആദ്യം വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് ഐസിങ് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ 2 ഞാൻ
ഗം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ബാക്കിൽ മാത്രം ഒരു വശത്ത് മാത്രം ഗം അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ 2 പേപ്പേഴ്സും ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാൻ പാകത്തിനാണ് ഒട്ടിച്ച് വെച്ചിട്ട് കണ്ടില്ലേ, ഇതിങ്ങോട്ടും അതങ്ങോട്ടും ഓപ്പൺ ചെയ്യും. ഇനി നമുക്ക് വേണ്ട ഗ്ലിറ്റർ പൗഡറാണ്. അപ്പോൾ ഇത് ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം കേട്ടോ, ഡിസൈൻ ചെയ്യാം. ഈ ഹാർട്ട്സിലൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്യുന്നത്. ഇനി വരെ നിങ്ങൾക്ക് ഫോം ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഹാർട്ടിൽ ഇതുപോലെ ഓരോ ഹാർട്ടിലും ഒരു ഹാഫ് ഹാർട്ട് ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് ഗം വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ അതിൻ്റെ മുകളിലൂടെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ സിൽവർ കളർ ഗ്ലിറ്റർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ സിൽവർ കളർ യൂസ് ചെയ്തത്. അപ്പോൾ ഇതാ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഇതിലാണ് ഇരിക്കുക. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബോക്സിന് നമ്മൾ അടച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. തുറന്നു കഴിഞ്ഞാൽ അത് ഹാർട്ട്സൊക്കെ നല്ല ഭംഗിയിലുണ്ട്. നമ്മുടെ ബോക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബോക്സിന് ലിഡ് വേണം. അതിനായിട്ട് നമ്മൾ ഈ ബോക്സിൻ്റെ ബേസ് വെച്ചിട്ട് ഒരു സ്ക്വയർ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ ഓരോ എൻസിലിൻ്റെ കൂടെ ഞാനൊരു 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വരച്ചു കൊടുക്കാം, ലൈൻസായിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഉള്ളിൽ നമ്മൾ വരച്ച ആ ഒരു സ്ക്വയറായിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ ലൈൻസ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻസിൽ ഇതുപോലെ ഒരു സൈഡ് മാത്രം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 എണ്ണിലും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ഇതുപോലെ ഇങ്ങനെ കിട്ടും, ഒരു ലിഡായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 4 സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ലിഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ്, അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിഡിൻ്റെ മുകളിൽ ഒരു ഇതും കൂടെ ഒരു വൈറ്റ് പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു സ്ക്വയർ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു സർക്കിൾ ഷേപ്പിൽ ഇതുപോലെ വൈറ്റ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പേപ്പർ റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യൂൾഡ് പേപ്പർ റോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പും പല വീഡിയോസിലത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബൈസൈക്കിളിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതേ മോഡലിൽ പേപ്പർ റോസ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ പേപ്പർ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എൻഡിലായിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീറ്റിംഗ് ബോക്സ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഈ ഹാർട്ട്സൊക്കെ നല്ല ഭംഗിയിലിരിപ്പുണ്ട്. ആ ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ഒരു ഭംഗിയുണ്ട്. പിന്നീട് നമുക്കിതാ ഇതിനകത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിലുള്ള ഇതിലും പേപ്പറിലും അതേപോലെ തന്നെ എല്ലാ പേപ്പറിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കോട്ട്സോ അതേപോലെ ബർത്ത്ഡേ ഗ്രീറ്റിങ്സ് വിഷസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ആ ഒരു ഗ്രീറ്റിങ്ങിനേക്കാളും ഏറ്റവും അടിപൊളിയായിരിക്കും ഇതുപോലൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിനുള്ള നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റിങ് പോലുള്ള അതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമുക്ക് ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും. ടേക്ക് കെയർ. ബൈ ബൈ.